ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്കായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം. ഗലാത്യ ലേഖനം 1 അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3 അധ്യായം പ്രധാനമായിട്ടും ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് വാഗ്ദത്തത്തിന്റെ ഔന്നത്യവും അതുപോലെ ന്യായപ്രമാണത്തിന്റെ ആ താഴ്ചയും വ്യക്തമാക്കുന്നുണ്ട്. ന്യായപ്രമാണം ആത്മീകമാണ്, അത് നമ്മൾക്കറിയാം. പക്ഷെ വാഗ്ദത്തങ്ങളോട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വാഗ്ദത്തമാണ് വലുത്. അതുപോലെ തന്നെ വിശ്വാസത്താലുള്ള നീതീകരണത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യം തന്നെ അവരോട് പറഞ്ഞു, അവരുടെ ആ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു. അവരുടെ അവര് രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാ, അവര് ദൈവത്തിങ്കലേക്ക് വന്നത് എങ്ങനെയാ, വിശ്വാസത്താലാണ് അവർ നീതീകരിക്കപ്പെട്ടത്. അത് കഴിഞ്ഞ് അബ്രഹാമിന്റെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അബ്രഹാമും അതേ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ താഴോട്ടുള്ള വാക്യങ്ങൾ കാണുന്നത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സന്തതി എന്ന ഏകനെ കുറിച്ച് അത്രേ, അത് ക്രിസ്തുവാകുന്നു. അപ്പം ക്രിസ്തുവിലൂടെയാണ് അബ്രഹാമിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത ദൈവം തന്നെ 430 വർഷങ്ങൾക്ക് ശേഷം മോശയിലൂടെ വേറൊരു പ്രമാണം കൊടുത്തു. അപ്പൊ അവര് ചോദിക്കുന്നു, ഈ ഒരു വാഗ്ദത്തം കൊടുത്ത അതേ ദൈവം തന്നെ ഒരു വാഗ്ദത്വവും കൊടുത്തു. അത് കഴിഞ്ഞ് ആ ദൈവം തന്നെ കുറെ നാള് കഴിഞ്ഞിട്ട് ഒരു പ്രമാണവും കൊടുത്തു. അപ്പം രണ്ടാമത്തെ ഒരു പ്രമാണം വരുമ്പോൾ ഒന്നാമത്തേത് മാറ്റം വരികയില്ലേ എന്ന് ചോദിക്കുക. അപ്പം പൗലോസ് പറയാം, ഒരു നാളുമില്ല. കാരണം രണ്ടും കൊടുത്തത് ഒരേ ദൈവമാണെങ്കിലും വാഗ്ദത്തം അത് തൽക്കാലത്തെ കൊടുത്തല്ല. പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തെ കൊടുത്തതാ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞായിരുന്നു, മോശയോടുള്ള ന്യായപ്രമാണോ അല്ലെങ്കിൽ മോശയ്ക്ക് കൊടുത്ത നിയമങ്ങളും അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നിയമങ്ങളും അബ്രഹാമിനുള്ള വാഗ്ദത്തങ്ങളും രണ്ട് തത്വങ്ങളിലും രണ്ട് തലങ്ങളിലുമാണ്. അതുകൊണ്ടാണ് അതിന് വ്യത്യാസം വരുന്നത്. വാഗ്ദത്തം എന്നേക്കുമുള്ളത്, ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ തൽക്കാലത്തെ കൊടുത്തിരുന്നതാണ്. അപ്പം എന്നും വാഗ്ദത്തത്തിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനോട് ഒരു വാഗ്ദത്തം കൊടുത്തിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ മതി, ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. മോശയ്ക്കൊരു ന്യായപ്രമാണം കൊടുത്തിട്ട് മോശയോട് പറഞ്ഞു, അതിനകത്ത് കുറെ ചട്ടങ്ങളും കൽപ്പനകളും കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു, അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ഒരു മനുഷ്യനും അത് ചെയ്യുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ 18 വരെയുള്ള വാക്യങ്ങളായിരുന്നു കംപ്ലീറ്റ്ലി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞത്. 19ാമത്തെ വാക്യം നമ്മൾ കുറച്ച് പറഞ്ഞായിരുന്നു. എങ്കിലും ആ കുറച്ച് വാക്യങ്ങളൊക്കെ വായിച്ചു. ഞാൻ ആ വാക്യങ്ങൾ വിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇനി പറയാത്ത കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകാം. 19ാമത്തെ വാക്യം. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കൈയിൽ ഏൽപ്പിച്ചതുകൊണ്ട്. അപ്പൊ അവര് ചോദിക്കുകയാണ്, ആദ്യം ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു, അത് കഴിഞ്ഞ് 430 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഒരു പ്രമാണം കൊടുത്തു. അപ്പൊ എന്തിനാ ഈ പ്രമാണം ദൈവം തന്നത്? അപ്പൊ അതിന് മറ്റതിന് മാറ്റം വരാനല്ലേ? അല്ല, പൗലോസ് പറയുന്നത് ഒരിക്കലുമല്ല. വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ കൊടുത്തു. ആദ്യത്തെ 1-2 ഭാഗങ്ങളും നാം പഠിച്ചു. വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം, അത് ക്രിസ്തു വരുവോളം, ആ ക്രിസ്തു എന്ന രക്ഷകൻ, ആ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി വരെ അവരുടെ പഴയ നിയമപുസ്തകം ചൂണ്ടിക്കാട്ടുന്നതൊക്കെയും ഒരു മശിക ഉണ്ട് എന്നുള്ളതാ, അല്ലേ? ആ മശികയിലേക്കാണ് ന്യായപ്രമാണം ചൂണ്ടിക്കാട്ടുന്നത്. അപ്പൊ ആ മശികയ്ക്ക് വേണ്ടിയാണ് ആ ക്രിസ്തുവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹം കിട്ടുന്നത്. അപ്പൊ ആ സന്തതി വരുവാനായിട്ടുണ്ട്. ആ സന്തതി വരുവോളം ആ ക്രിസ്തുവെന്ന സകല ജാതികളുടെയും രക്ഷയ്ക്കായി ഒരു ദൈവകൃപ ഉദിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു രക്ഷയെ കാത്തിരിക്കുകയാണ് എല്ലാവരും. ആ സന്തതി വരും വരെ അത് ദൈവത്തിനൊരു സമയമുണ്ട്, അത് മനുഷ്യരുടെ സമയമല്ല. അപ്പൊ ദൈവത്തിന്റെ ആ സമയം വരെ ജനം
വഷളായി പോകാതിരിക്കാൻ വേണ്ടി ലംഘനങ്ങൾ നിമിത്തം. കാരണം വഴി ഒരു രാജ്യത്തിന്റെ നിയമവും അതിന് ശിക്ഷയും ഓരോ രാജ്യത്തിന് ഓരോ വ്യവസ്ഥകളും ഉണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ജനം നടക്കുന്നത്. വ്യവസ്ഥ ഇല്ലാത്തടത്ത് ജനം തെറ്റിപ്പോകും അല്ലേ? അപ്പൊ അതുപോലെ തന്നെ ദൈവം ഒരു വ്യവസ്ഥ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളിൽ നിൽക്കണം. കാരണം വ്യവസ്ഥ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ സന്തതി വരുന്നത് വരെ ജനം തെറ്റിൽ നടന്നേനെ. അതിനു വേണ്ടിയിട്ട് ദൈവം ഒരു വ്യവസ്ഥ അവർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു പ്രമാണം അവർക്ക് കൊടുത്തു. ആ ലംഘനങ്ങൾ നിമിത്തം ജനത്തിന്റെ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അപ്പം ആ അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ ഉടമ്പടി എന്ന് പറയുന്ന ഉപാധികൾ ഇല്ലാത്തതായിരുന്നു. ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഉപാധികളുള്ള ഒരു നിയമങ്ങള്. അത് ചെയ്താൽ നിനക്ക് ഇത് കിട്ടും, ഇത് ചെയ്താൽ നിനക്ക് കിട്ടും, ഇത് ചെയ്തില്ലെങ്കിൽ നിനക്ക് ശാപം, അത് ചെയ്താൽ നിനക്ക് അനുഗ്രഹം. പക്ഷെ വാക്തത്വത്തിൽ അതൊന്നും ഇല്ല. അങ്ങനെ ലംഘനങ്ങൾ നിമിത്തം മനുഷ്യൻ ആ പാപം നിമിത്തം മനുഷ്യൻ വീണ്ടും ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം കുറച്ച് നാളത്തേക്ക് ഒരു ക്രമീകരണത്തിന് വേണ്ടി മാത്രം അല്ലെ, ഒരു ന്യായപ്രമാണത്തിന് ഒരു ടെർമിനൽ പോയിന്റ് ഉണ്ട്, അത് ക്രിസ്തു. വാക്തത്വത്തിന് ടെർമിനൽ പോയിന്റ് ഇല്ല, അത് ഇറ്റേണൽ ആണ്, അത് അവസാനം വരെ നിലനിൽക്കുന്നതാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ന്യായപ്രമാണം ശാപം വാഗ്ദാനം ചെയ്യുന്നു, വാഗ്ദത്തം ജീവൻ വാഗ്ദാനം ചെയ്യുന്നു. അത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ലംഘന നിമിത്തം കൂട്ടിച്ചേർത്തു, അതുപോലെ തന്നെ വാഗ്ദത്തം ചെയ്ത സന്തതി വരുവോളം. ഇനി അടുത്തത് നമ്മൾ ഇനി പഠിക്കാനായിട്ടുള്ളത് ദൂതന്മാർ നിമിത്തം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചത്രേ. അപ്പം ദൈവം നേരിട്ട് കൊടുത്തതല്ല അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാക്യം ഞാൻ വായിച്ചു പോകാം. അപ്പം ദൈവം നേരിട്ട് കൊടുത്തതല്ലാത്തതിനാൽ അത്ര പ്രധാനപ്പെട്ടതല്ല അല്ലെ? പ്രധാനപ്പെട്ട വാഗ്ദത്തം ദൈവം അബ്രഹാമിന് നേരിട്ട് കൊടുത്തു. ന്യായപ്രമാണം ലഭിപ്പാൻ മധ്യസ്ഥനായി നിന്നത് മോശയായിരുന്നു. ആവർത്തന പുസ്തകം 5:5 വായിക്കാം. തീ ഹേതുവായി നിങ്ങൾ ഭയപ്പെട്ട് പർവ്വതത്തിൽ കയറാഞ്ഞത് കൊണ്ട് യഹോവയുടെ വചനം നിങ്ങളോട് അറിയിക്കേണ്ടതിനെ ഞാൻ അക്കാലത്ത് യഹോവയ്ക്കും നിങ്ങൾക്കും മധ്യേ നിന്നു. അപ്പൊ മോശയാണ് ന്യായപ്രമാണത്തിനും ദൈവത്തിനും മധ്യസ്ഥനായി നിന്നത്. ഇനി മോശയ്ക്ക് ദൈവം കൊടുത്തെങ്കിലും മോശ മധ്യസ്ഥനായി നിന്നു എങ്കിലും അത് ദൂതന്മാരുടെ കയ്യിലാണ് ദൈവം ആദ്യം കൊടുത്തത്, മോശയുടെ കയ്യിലല്ല. വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും. അപ്പൊ ആ ദൂതന്മാർ മുഖാന്തരമാണ് അരുളി ചെയ്ത വചനം, ന്യായപ്രമാണം കൊടുത്തത്. അപ്പോസ്തല പ്രവൃത്തികൾ 7:38-ഉം 53 വാക്യങ്ങള് നമ്മുടെ അപ്പോസ്തലന്മാരുടെ വാക്കുകളിൽ നിന്നും നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7:38. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും. അപ്പം സീനായ് മലയിൽ വെച്ചാണ് ആ വാഗ്ദത്തം കൊടുക്കുന്നത്. 53-ാമത്തെ വാക്യം പകുതിക്ക് ഞാൻ വായിക്കാം. 2-ാമത്തേത്, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു. അപ്പൊ ദൂതന്മാരുടെ കയ്യിലാണ് മോശയ്ക്ക് ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാനായിട്ട് കൊടുത്തത്. അപ്പം അന്ന് നമ്മള് ആവർത്തന പുസ്തകം 33-ാം അധ്യായ 33-ന്റെ-2 പറയുന്നുണ്ട്. അപ്പം ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് പറയുന്നുണ്ട്, അഗ്നിമയമായ ഒരു പ്രമാണം. ഒന്ന് വായിച്ചു വിടാം. ആവർത്തന പുസ്തകം 33-ന്റെ 2.
അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സെയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു, അവർക്ക് അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലങ്കയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ മധ്യസ്ഥന്റെ കയ്യിലാണ് ദൈവം കൊടുത്തത്. പക്ഷെ നമ്മള് ആവർത്തന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേ ഈ ന്യായപ്രമാണം ഒക്കെ കൊടുത്തെങ്കിലും അവിടെ ഒരു എക്സ്റ്റേണൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. കാഹള ശബ്ദം ഉണ്ടായിരുന്നു, പുകയുണ്ടായിരുന്നു, ജനത്തിന് ഒരു ദൈവത്തിന്റെ അടുക്കലേക്ക്, അല്ലെ പർവ്വതത്തിന്റെ അടുക്കലേക്ക് പോലും പോകാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു. അതിനു മുമ്പ് തന്നെ ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരണമെങ്കിൽ, എൻ്റെ ശബ്ദം പോലും നിങ്ങൾ കേൾക്കണമെങ്കിൽ നിങ്ങൾ വിശുദ്ധരായതിനു ശേഷമേ പർവ്വതത്തിന്റെ അടുക്കലേക്ക് വരാം. 2 ദിവസം മുമ്പ് തന്നെ അവർ വിശുദ്ധിയോടിരിക്കാൻ പറഞ്ഞായിരുന്നല്ലേ. കാരണം ജനം പാപികളായ ജനമാ. ദൈവത്തോട് അടുക്കാൻ ഒരിക്കലും ഒരു അനുവാദവും ഇല്ലാത്ത ഒരു ജനത്തിനായി ന്യായപ്രമാണം കൊടുത്തേ. കാരണം അവരും ദൈവം കൂടെ നടന്നിട്ടും മറുതലിച്ചു നടന്നൊരു ജനം അല്ലേ. അങ്ങനെ ഒരു ജനം, അവരെ എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞതായിരുന്നു. അവര് മേഘത്തിൽ കൂടെ നടന്നു, മേഘത്തിന് കീഴിലായിരുന്നു, സമുദ്രത്തിലൂടെ കടന്നു, മോശയോടും ചേർന്ന് മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, ആത്മീയാഹാരം തിന്ന് ആത്മീയ പാനീയം കുടിച്ചു. അതെല്ലാം അവരെ അനുഗമിച്ച ക്രിസ്തുവായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. എന്നിട്ടും പിറുപിറുപ്പും പരീക്ഷയും പരസംഗവും വിഗ്രഹാരാധനയും ഒക്കെ നടന്ന ഒരു ജനത്തിന്റെ പക്കലാണ് ഇത് കൊടുത്തത്. അപ്പൊ അങ്ങനെ നമ്മള് മെച്ചപ്പെട്ടവരൊന്നും ആയിട്ടല്ല, ദൈവത്തിന്റെ കരുണ മാത്രം ദൈവസന്നിധിയിലേക്ക് വരാൻ നമുക്ക് ദൈവം കൃപ തന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഒരു എക്സ്റ്റേണൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആ എക്സ്റ്റേണൽ എഫക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഒരു ഇങ്ങനെ ലഭിച്ച പ്രമാണം ക്രിസ്തുവിന്റെ വരവോളം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അത് ക്രിസ്തുവിന്റെ വരവോടെ അത് റദ്ദാക്കിയോ? ഒരു നാളുമില്ല, അങ്ങനൊന്നും ഇല്ല. പക്ഷെ അതും ദൈവത്തിന്റെ ന്യായപ്രമാണം തന്നെയാണ്. കർത്താവ് പറയുന്നത് നമുക്ക്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കാൻ അത്രേ വന്ന്. പക്ഷെ അന്ന് അവർക്കൊന്നും പ്രമാണിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അത് അവരുടെ ബലഹീനതകളാണ്. ഇന്ന് നമ്മൾ പ്രമാണിക്കുന്ന ന്യായപ്രമാണം തന്നെയാണ് നമ്മൾ ഇന്നും പ്രമാണിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് പ്രമാണിക്കാൻ കഴിയുന്നത്? അവരുടെ ഹൃദയം കഠിനമായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവത്തിങ്കലേക്ക് വന്നവരെ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാര് ആയവര്, അവരുടെ ഉള്ളിൽ ദൈവം നമ്മുടെ വലിയ ഒരു കല്ലായ ഹൃദയം അങ്ങ് മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം നമ്മുടെ ഉള്ളിൽ തന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ പകർന്നത് കൊണ്ട് നമ്മളല്ലാതെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉള്ളിലിരുന്ന് നമ്മളെ അത് അനുസരിപ്പാൻ പ്രാപ്തരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അവർക്കത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അന്ന് ശാസ്ത്രിമാരും ഒക്കെ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവർ അല്ലെ, വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞെങ്കിലും അവർക്ക് അറിയാം അവർക്കത് ചെയ്യുവാൻ കഴിയത്തില്ല. പക്ഷെ അവരെന്താ ചെയ്തത്? അവർക്ക് ചെയ്യാൻ കഴിയാത്തതിനെയൊക്കെ അവരെടുത്ത് തരിച്ചും വരച്ചും ഒക്കെ മാറ്റിയിട്ട് ചെയ്യാവുന്ന രീതിയിലൊക്കെ അവർ എഴുതി കൂട്ടിവെച്ചു. അപ്പം കർത്താവ് തന്നെ പറയാൻ, നിങ്ങൾ വലിയൊരു ഭാരം ജനങ്ങളുടെ മണ്ടയിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെയായിരുന്നു. നമുക്ക് കർത്താവ് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5:17 മുതലുള്ള വാക്യങ്ങള്. മത്തായി 5:17. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത്. ഇപ്പോഴും ന്യായപ്രമാണം ഇൻടാക്റ്റാ. കാരണം പൗലോസ് തന്നെ പറയുന്നുണ്ട്, ന്യായപ്രമാണം നല്ലത്, കൽപ്പന വിശുദ്ധം, നീതിയും നന്മയും നല്ലതും തന്നെ. ന്യായപ്രമാണം ആത്മീയമെന്ന് അറിയുന്ന പ്രശ്നം എന്റേതാ, അത് ന്യായപ്രമാണത്തിന്റെ അല്ല. 5:18. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പം പഴയ നിയമത്തിന് വ്യത്യാസമുണ്ടോ? ഒരിക്കലുമില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന്
വിളിക്കപ്പെടും. നിങ്ങളുടെ നീതിശാസ്ത്രിമാരുടെയും പുരുഷന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുന്നു. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ശാസ്ത്രിമാരും അവര് പ്രമാണങ്ങൾ ഇങ്ങനെ എഴുതി മാറ്റി വെച്ചു. ജനങ്ങളുടെ അറിയുന്നില്ലല്ലോ ശരിയായ പ്രമാണം എന്താണെന്ന്. അങ്ങനെയൊക്കെ ചെയ്തു. അവർ എക്സ്റ്റേണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്റേണൽ ആയിട്ട് അവർക്ക് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. അപ്പം ന്യായപ്രമാണം ഇപ്പോഴും ഇൻടാക്റ്റാ. പക്ഷെ അത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ചട്ടപ്രകാരം അല്ലെങ്കിൽ ഒരു ക്രമീകരണം ഉണ്ടാകുവാൻ വേണ്ടി, ജനം ക്രമീകരണമില്ലാതെ നടക്കാതിരിക്കാൻ വേണ്ടി, വഷളായി നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടിലും എല്ലാ വീടുകളിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലേ? അത് നമ്മൾ എഴുതി അല്ലെങ്കിലും അല്ലെങ്കിലും ആ വീട്ടിൽ ഒരു റൂൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? അതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് അവിടെ നടക്കത്തില്ല. അതുപോലെ തന്നെ ദൈവം അവിടെയും ഒരു പ്രമാണം കൊടുത്തു, ജനം ആ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ദൂതന്മാർ എന്തിന് വാഗ്ദത്ത സന്തതി വരുവോളം ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കൈ കൊടുത്തു. എന്തിനാ? ജനത്തിന്റെ ലംഘന നിമിത്തം. ഇനി നമുക്ക് 20-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 20-ാമത്തെ വാക്യം: ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല, ദൈവമോ ഒരുത്തൻ മാത്രം. അപ്പം ഇവിടെ ന്യായപ്രമാണത്തിന്റെ ബലഹീനതയാണ് അല്ലെങ്കിൽ പോരായ്മയാണ് ചൂണ്ടിക്കാണുന്നത്. അത് മധ്യസ്ഥൻ മൂലമാണ് കൊടുത്തത്. പക്ഷെ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ മധ്യസ്ഥന്റെ ആവശ്യമില്ലായിരുന്നു, ദൈവം ഡയറക്റ്റ്ലി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഈ ദൈവം എങ്ങനെ അവര് ന്യായപ്രമാണം കൊടുത്തു എങ്കിലും മോശയുടെ കയ്യിലാ കൊടുത്തത്, ജനത്തിന് കൊടുത്തു. പക്ഷെ ദൈവം എപ്പോഴും മനുഷ്യനെ തൻ്റെ ഒരു എന്താ പറയുക ഉടമ്പടിയുടെ ഭാഗമാക്കുവാൻ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മോശെ അതിന്റെ ഇടയിലായിട്ട് വെച്ചത്. അപ്പം ഈ ഒരു ഉടമ്പടി കൊടുത്തു, അവരിൽ നിന്ന് പകരം ആവശ്യപ്പെട്ടത് അനുസരണമായിരുന്നു അല്ലെ? അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ അബ്രഹാമിന് ദൈവമായിരുന്നു ഉടമ്പടി കൊടുത്തേ, അതിന്റെ മുമ്പിൽ വേറൊന്നും ഇല്ലായിരുന്നു. അബ്രഹാമിനെ ആശ്രയിച്ചല്ലായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം ഉടമ്പടിയും വന്നേ, ദൈവത്തെ ആശ്രയിച്ചായിരുന്നു. അപ്പം അവിടെ ഒരു ഏക കക്ഷി മാത്രമേ ഉള്ളായിരുന്നു ദൈവമായിട്ട്. ഞാൻ ചെയ്തു എന്ന് മാത്രം അബ്രഹാം വിശ്വസിച്ചാൽ മാത്രം മതിയായിരുന്നു. അപ്പം അബ്രഹാമിനെ ആശ്രയിച്ചല്ലായിരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ദൈവത്തെ ആശ്രയിച്ചായിരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. നമുക്കൊന്ന് വായിക്കാം. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1, 2, 7, 9 വാക്യം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 1, 2, 7, 9. അപ്പൊ എല്ലാം ദൈവത്തെ ആശ്രയിച്ച്, ഒന്നും മനുഷ്യനെ ആശ്രയിച്ചായിരുന്നില്ല. ഇതായിരുന്നു വാഗ്ദത്തത്തിന്റെ ഉറപ്പെന്ന് പറയുന്നത്. അവിടെ ഒരു മധ്യസ്ഥന്റെ ആവശ്യമില്ലായിരുന്നു. ഉൽപ്പത്തി 17-1. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്ക, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. അപ്പം ഞാൻ ചെയ്യും അല്ലേ? ശ്രദ്ധിച്ചു കേട്ടാ മതി. 7-ാമത്തെ വാക്യം: ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തു, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതി എന്റെ നിയമം പ്രമാണിക്കണം. അപ്പൊ എല്ലാം ദൈവം ചെയ്തു, അത് മാത്രമേ ഉള്ളായിരുന്നു. മനുഷ്യനൊന്നും ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു, ദൈവം പറഞ്ഞതനുസരിക്കാൻ. പക്ഷേ ഇവിടെ ദൈവം നേരിട്ട് കൊടുത്തതല്ല, അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, അത് ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ വാഗ്ദത്തം നേരിട്ട് കൊടുത്തതായതുകൊണ്ട് അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മധ്യസ്ഥൻ സെക്കൻഡ് ഹാൻഡ് എന്ന് പോലും പറയാനൊക്കത്തില്ല, തേർഡ് ഹാൻഡ് ആയിരുന്നു. കാരണം ദൈവം, ദൂതന്മാർ, പിന്നെ മോശ, പിന്നെ ജനം, അങ്ങനെയല്ലേ കൊടുത്തിരുന്നത്. അപ്പൊ എന്തുകൊണ്ടാ മനുഷ്യൻ, അത് താൽക്കാലിക ഒരു ക്രമീകരണമായിരുന്നു. മനുഷ്യന്റെ സ്വഭാവം മനസ്സിലാക്കിയ ദൈവം,
അപ്പം ഒരു കൽപ്പനകളും ചട്ടങ്ങളും കൊടുത്തിട്ട് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഞാൻ പറഞ്ഞു, നിനക്ക് നിന്നെ തന്നെ ശരിയാക്കാമെങ്കിൽ ശരിയാക്കിക്കോ. എന്റെ സ്വഭാവം ഇതാ. ദൈവത്തിന്റെ ഹോളിനെസ്സിനെയാണ് ന്യായപ്രമാണം വ്യക്തമാക്കുന്നത്. എന്റെ സ്വഭാവം ഇതാ, നീ എന്റെ വഴിയിലും എന്റെ സ്വഭാവത്തിലും നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ജനം മറുതലിച്ചു പോയത് എന്തുകൊണ്ടാ? ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, മോശയെ വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ മോശയേക്കാൾ വലിയവരാണ് അവർ പറഞ്ഞത്. കാരണം മോശ അഹരോന്റെയും ആ നേതൃത്വ സ്ഥാനത്തെ തന്നെ ചോദ്യം ചെയ്തവരായിരുന്നു അവരോട് കൂടെയുള്ള ജനങ്ങൾ, അല്ലെ? അങ്ങനെയല്ലേ കുറെ ജനങ്ങൾ പട്ടുപോകാനും ഭൂമി പിളർന്നു പോകുവാനും ഒക്കെ ഇടയായി തീർന്നത്. അപ്പം മോശയെയും അഹരോന്റെയും ആ ഒരു ലീഡർഷിപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്തതായിട്ടാ. ഇവൻ മിരിയാം പോലും അങ്ങനെ ചെയ്തു, അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന ഒരു ജനം, ദൈവത്തെ ഒരു നാളും വിശ്വസിക്കാത്ത ഒരു ജനം, അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരെക്കാളും വലിയവരല്ലേ, എങ്കിൽ നിങ്ങൾ ചെയ്തോ, നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ ചെയ്യോ, നിങ്ങൾക്ക് നിങ്ങളെ ശരിയാക്കാമെങ്കിൽ ശരിയാക്കിക്കോ. പക്ഷെ ചെയ്തില്ലെങ്കിൽ എന്താ? അനുസരിച്ചില്ലെങ്കിൽ എന്താ പറയുന്ന, അനുഗ്രഹത്തിന് പകരം ശാപമായി തന്നെ തീരും. അപ്പൊ അവർക്ക് അന്ന് ഞാൻ പറഞ്ഞതുപോലെ കുറെ എക്സ്റ്റേണൽ കാര്യങ്ങളായിരുന്നു അവർക്ക് വേണ്ടേ. ഇപ്പൊ മോശ പർവ്വതത്തിൽ കയറി ദൈവത്തോട് കൂടെ 40 രാവും 40 പകലും കൂടെ ഇരുന്ന് ദൈവം അഗ്നിമയമായ കൽപ്പനകളൊക്കെ ദൈവം മോശയ്ക്ക് കൊടുത്തു. ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും അവര് മോശയെ കാണാഞ്ഞിട്ട് മേളിൽ കൽപ്പന കൊടുത്തോണ്ടിരിക്കുക, താഴെ എന്തുവാ? കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു ജനം. അവിടെ ആർപ്പുവിളി നടക്കുന്നുണ്ട്. അവിടെ കാണാനൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് അതൊക്കെയായിരുന്നു വേണ്ടത്. പക്ഷെ ദൈവത്തിന്റെ കൽപ്പനകൾ ആർക്കും വേണ്ടിയിരുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നിത്യതയ്ക്ക് ഉതകുന്നതായിരുന്നില്ല. അബ്രഹാമിന് ദൈവം നേരിട്ടാണ് വാഗ്ദത്തം കൊടുത്തത്. അതിൽ ബാഹ്യമായി ഒന്നും കാണാനില്ലായിരുന്നു. അബ്രഹാമിന് പോലും ബാഹ്യമായി ഒന്നും കാണാനില്ല. അബ്രഹാമിന് ദൈവം ഗാഠനിദ്ര കൊടുത്തു, അല്ലെ? അപ്പൊ അത് അബ്രഹാമിനും ദൈവവും തമ്മിലുള്ള വാഗ്ദത്തം പേഴ്സണൽ ആയിരുന്നു. അത് 1 to 1 ആയിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ന്യൂ ടെസ്റ്റമെന്റ്, പുതിയ നിയമ ഉടമ്പടിയും. അപ്പം ആ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകുന്നതല്ല. അത് ഇറ്റേണൽ ആണ്, അത് നിത്യതയിലേക്കുള്ളതാണ്. ആ സെയിം കാര്യമാണ് പുതിയ നിയമത്തിലും സംഭവിക്കുന്നത്. അവിടെയും ഒരു 1 to 1 പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. പറയുന്നുണ്ട്, കം ടു മീ, അല്ലേ? നിങ്ങൾക്ക് എങ്കിലേക്ക് വരാം, നിങ്ങൾക്ക് എന്നോടുകൂടി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ആകാം എന്നാണ് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്, അല്ലേ? അവിടെ ഒരു പുകയുടെയും വെടിയുടെയും ഒരു ആവശ്യവുമില്ല. അത് ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമില്ല. എല്ലാം ഡയറക്റ്റ് ആണ്. കാരണം അത് നമുക്ക് മധ്യസ്ഥന്റെ ആവശ്യമില്ല. ഇപ്പൊ പണ്ട് ദൈവത്തോട് എന്തെങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നുണ്ടെങ്കിൽ അവര് മോശയോട് പറയും, മോശ ദൈവത്തോട് പറയും, അല്ലേ? പക്ഷെ അബ്രഹാമിന് എന്തെങ്കിലും പറയണമായിരുന്നെങ്കിൽ അബ്രഹാം വേറെ ആരോടും പറയത്തില്ലായിരുന്നു. അബ്രഹാം നേരിട്ട് ദൈവത്തോടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ദൈവത്തോട് പറയാൻ വേണ്ടി വേറെ ആരുടെയെങ്കിലും ആവശ്യം വേണോ? നമ്മൾ എവിടെ മുട്ടുകുത്തുന്നു അതാ ദൈവത്തിന്റെ കൃപാസനം. അങ്ങനെ ഒരു അനുഭവത്തിലേക്കാ ദൈവം നമ്മെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് ഒരു ആ ദൈവത്തിന്റെ സമയമാകുവോളം ദൈവം കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ കൊടുത്തേച്ച് പറഞ്ഞ് നീ അനുസരിച്ചോ. ജനം വഴിവിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെല്ലാം വാഗ്ദത്തങ്ങളും പൂർത്തിയാകുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലേക്ക് വരുന്ന നമുക്കും അത് തന്നെയാണ് നടക്കുന്നത്. അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തം 1 to 1 ആയിരുന്നു എങ്കിൽ ഇപ്പോഴും നമ്മോടുള്ള ദൈവിക വാഗ്ദത്തം 1 to 1 ആണ്. പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്. ഏത് സമയത്തും ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് നമുക്ക് പോയി നമ്മുടെ ആവശ്യങ്ങൾ പറയുവാൻ നമുക്ക് ധൈര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ലേ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തു വരുവാൻ നമുക്ക് ഒരു ഭയവും വേണ്ട. കർത്താവ് നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. അപ്പം പഴയ നിയമത്തിൽ മധ്യസ്ഥൻ ഉണ്ടായിരുന്നു. അവർക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും അനുവാദം ഉണ്ടായിരുന്നില്ല.
പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് ദൈവത്തോടെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. ഏത് സമയത്തും നമുക്ക് ദൈവത്തെ വിളിക്കാം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. പഴയ നിയമത്തിലാ എഴുതി വച്ചേക്കുന്ന 139 സങ്കീർത്തനം, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം എൻ്റെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം. പക്ഷെ അത് പഴയ നിയമത്തിൽ എഴുതി വെച്ചിരുന്നെങ്കിലും പക്ഷെ പുതിയ നിയമത്തിലുള്ള നമുക്ക് അത് മനസ്സിലാകുന്നത്, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവം അല്ലേ? എന്തോ ഒരു മഹത്തായ കാര്യമാ അത്. ദൈവത്തെ ഇത്രത്തോളം അറിയുവാൻ നമുക്ക് ഇട തന്നത്. നമ്മുടെ ഉള്ളെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്ന് വിഷമിക്കുമ്പോൾ അവര് പറയാതെ തന്നെ മാതാപിതാക്കളായ നമുക്ക് അവരുടെ ഹൃദയം മനസ്സിലാകുന്നു എങ്കിൽ ആ സ്വർഗസ്ഥനായ പിതാവിന് എത്ര അധികം. ഉള്ളം നുറുങ്ങിയ അവസ്ഥയിൽ നമ്മൾ ഒന്ന് വെളിയിലോട്ടൊരു വാക്ക് പോലും പറയാതിരുന്ന അവസരങ്ങളിലൊക്കെയും നമുക്ക് ആൻസർ ലഭിച്ചിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. എത്രയോ അനുഭവങ്ങൾ, എണ്ണിക്കൂടാതെ വണ്ണമുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നമ്മൾ വിളിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയം ഒന്ന് കലങ്ങിയാൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ആൻസർ എത്തിയിരിക്കും. അതാണ് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. വാഗ്ദത്തം ഇപ്പോഴും നിലനിൽക്കുന്നു. അബ്രഹാമിനോട് കൂടെ ഉണ്ടായിരുന്ന വാഗ്ദത്തം 1 to 1 ആയിരുന്നെങ്കിൽ ആ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ നമുക്കും ലഭിച്ചു. ആ 1 to 1 റിലേഷൻഷിപ്പിലേക്ക് നാം വന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെയും മുദ്രയിട്ട് മക്കൾ എന്ന അവകാശത്തിലേക്ക് വന്നു. ആ അനുഗ്രഹത്തിനായി സ്തോത്രം. നമ്മൾ എത്രത്തോളം പാപികളായിരുന്നു, അല്ലെങ്കിൽ ബലഹീനരായിരുന്നു, ശത്രുക്കളായിരുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ പാപത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ കരുണയും കൃപയും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തെ എത്രത്തോളം നാം അടുത്ത് ചെല്ലുന്നു അത്രത്തോളം ദൈവം നമ്മോട് അടുത്തു വരും. പലപ്പോഴും ദൈവം നമ്മുടെ പ്രാർത്ഥനകളും നമ്മോടും അടുത്തു വരാത്തതിന്റെ കാരണം നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് മറുതലിച്ചു പോകുന്നത് കൊണ്ട് മാത്രമാണ്. എനിക്കെല്ലാത്തിനും സമയമുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ദൈവത്തിന് അടുത്തോട്ടിരിക്കാൻ എനിക്ക് സമയമില്ല. കം ടു മീ എന്നാ ദൈവം പറയുന്നത് അല്ലേ? ഇവിടെ തിമോഥെയോസിന്റെ ലേഖനം 2:5-6. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. അപ്പം അവിടെ ദൈവം ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥന്റെ ആവശ്യമില്ല. അപ്പം മധ്യസ്ഥൻ എന്താ ആവശ്യം വന്നേ? പ്രശ്നമുണ്ടായത് കൊണ്ടാ. പുതിയ നിയമത്തിൽ വന്ന അബ്രഹാമിന് പ്രശ്നം ഉണ്ടായിരുന്നൊന്നും അല്ല, പക്ഷേ പ്രശ്നം ഉണ്ടായപ്പോഴല്ല അബ്രഹാം ഹൃദയം തുറന്ന് ദൈവത്തോട് പറഞ്ഞു. മോശയ്ക്കും പ്രശ്നം ഇല്ലായിരുന്നു ഒന്നുമല്ല, മോശയും വിളിച്ചു. ദാവീദിന് പ്രശ്നം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, ദാവീദും വിളിച്ചു. നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് പുതിയൊരു ആത്മാവിനെ എന്നിൽ തരണമേ. ദൈവത്തോട് അടുത്തു വന്ന എല്ലാ ഭക്തന്മാരും, യോബ്, എല്ലാവരും ദൈവത്തെ വിളിച്ചു. പക്ഷെ വിരലിലെണ്ണാവുന്നവർ മാത്രം തലമുറകളെ നമ്മൾ പറയുന്നില്ലേ, റോമാലേഖനം വായിക്കുന്നുണ്ട്, ഇക്കാലത്തിലും കൃപയാളുള്ളൊരു തെരഞ്ഞെടുപ്പുണ്ട്. ലോകം മുഴുവൻ വഷളായി നടക്കുക, നോക്കിയാൽ എവിടെയും വഷളായി നടക്കുന്ന ഒരു ജനം. പക്ഷെ അതിന്റെ നടുവിലും കൃപയാലുള്ളൊരു തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. അതുകൊണ്ട് നാം ആരെയും നോക്കണ്ട, നമ്മൾ ആരെയും നോക്കണ്ട, നമ്മുടെ രക്ഷ നോക്കുക. നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് പറഞ്ഞു കൊടുക്കുക, ബാക്കി അവരുടെ കാര്യം. അത് പേഴ്സണല്ല. ദൈവവും അവരും തമ്മിലുള്ളതാ, നമ്മളും ദൈവം തമ്മിലുള്ള. എന്നോട് എൻ്റെ കുടുംബത്തിനെ ചോദിക്കും, പക്ഷെ എന്നോട് ചോദിക്കും, ഞാൻ എൻ്റെ രക്ഷ നഷ്ടമാക്കി കളഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് പിന്നെ രക്ഷയില്ല. അപ്പൊ എൻ്റെ കാര്യം ചെയ്യേണ്ടത് ഞാനാണ്. അത് ദൈവത്തോടും എന്നോടുമുള്ള ഉടമ്പടിയാണ്, അത് മനുഷ്യനോട് അല്ല. അതുകൊണ്ട് നാം നമ്മുടെ കാര്യം നോക്കുക, മുമ്പോട്ട് പോകുക, ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മുടെ സമയം ദൈവത്തിൽ സമർപ്പിക്കുക, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഓക്കെ, 3:21. എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. ജീവിപ്പിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നു എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അപ്പം
ഇവിടെ പൗലോസ് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ ഇപ്പം ദൈവം ഒരു ന്യായപ്രമാണം കൊടുത്തു, ഒരു വാഗ്ദത്തം കൊടുത്തു, മധ്യസ്ഥൻ ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ ഈ ആദ്യം കൊടുത്തത് ഒന്ന് കൊടുത്തു, അത് നിനക്ക് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു, ഇടയ്ക്കൊന്നും കൊടുത്തു. അപ്പൊ എങ്കിൽ ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? പൗലോസ് പറയാ ഒരിക്കലും അല്ല. അത് ആ ന്യായപ്രമാണവും വാഗ്ദത്തവും തമ്മിൽ there is no contradiction, but it is complementary എന്ന് പറഞ്ഞാൽ പരസ്പര വിരുദ്ധങ്ങളല്ല രണ്ടും, പക്ഷെ പരസ്പര പൂരകങ്ങളാണ്. പറഞ്ഞാൽ പരസ്പര വിരുദ്ധങ്ങളല്ല, രണ്ടും കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ കോംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പരസ്പര വിരുദ്ധങ്ങളല്ല, പരസ്പര പൂരകങ്ങളാണ്. കാരണം ഒന്ന് ഒന്നിനെ മാറ്റുകയല്ല, ഒന്ന് ഒന്നിനെ ഉറപ്പിക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഒന്നിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഒന്ന് വന്നത് കൊണ്ട് മറ്റതിന് മാറ്റമില്ല, പക്ഷെ മറ്റത് ഒന്നിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തിലാണ് അവസാനം ചോദിക്കുന്നത്, എങ്കിൽ ന്യായപ്രമാണം ദൈവവാക്തം ഒരു ഇല്ല. കാരണം ന്യായപ്രമാണം വാക്തത്വത്താൽ നാം വിശ്വാസത്തെ ദുർബലമാക്കുന്നു. ഒരു നാളുമില്ല. വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കും ഒരു നാളുമില്ല. നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് കോംപ്ലിമെന്ററി ആണ്. അത് വിരുദ്ധമല്ല, പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അത് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. അതിന് ജീവിപ്പിക്കാൻ കഴിയുന്നില്ല, അത് അല്ലെങ്കിൽ ജീവൻ നൽകുന്നില്ല. രണ്ടാമത്തത് അത് നീതീകരിക്കുന്നില്ല. അപ്പം നമുക്കറിയാം അത് ജീവിപ്പിക്കുന്നില്ല. മനുഷ്യന്റെ പ്രധാന പ്രശ്നം പാപം അല്ലേ? അത് ഏതനിൽ സംഭവിച്ചതാ പാപം എന്ന് പറയുന്നത്. അവിടെ എന്തോ പറഞ്ഞത്, ഈ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പം അവിടെ നോക്കിയാൽ ആദം ഒന്നും മരിച്ചില്ല, പക്ഷെ അവിടെ സംഭവിച്ചത് ആത്മീകമായ ഒരു മരണമാണ് അവിടെ സംഭവിച്ചത്. അപ്പം ആ മരണം സംഭവിച്ചപ്പോൾ ഈ ന്യായപ്രമാണത്തിനാണെങ്കിൽ ഒരിക്കലും ആ നിത്യജീവനിലേക്ക് ആ മരിച്ച ആ മനുഷ്യനെ ജീവിപ്പിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നമുക്കറിയാം പഴയ നിയമത്തിൽ തന്നെ ഈ ന്യായപ്രമാണം കൊടുത്ത ദൈവം എസെക്കിയേലിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഒരിക്കലും ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയുന്നതല്ല. അങ്ങനെ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തന്നേന്ന്. ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 20:25. പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്ന കാര്യങ്ങളാണ്. യെഹെസ്കേൽ 20:25. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ഒന്നുകൂടെ വായിക്കാം. ഞാൻ അവർക്ക്, ആർക്ക്? ഇസ്രായേൽ ജനതയ്ക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. ഈ കൊടുത്ത ദൈവം തന്നെയാ പറയുന്നത് അത് കൊള്ളരുതാത്തത് ആയിരുന്നു എന്ന്. പക്ഷെ പ്രശ്നം അതിന്റെ അല്ല, മനുഷ്യന്റെയാണ് പ്രശ്നം. ഓക്കെ, അപ്പം ന്യായപ്രമാണം എനിക്ക് ജീവൻ തരുന്നില്ല, അത് കൊള്ളരുതാത്തതാണ്, എനിക്ക് ജീവരക്ഷ തരുന്നില്ല. രണ്ടാമത്, അതെന്നെ നീതീകരിക്കുന്നില്ല. ഗലാത്യലേഖനം 2:21 പറഞ്ഞല്ലോ, ഞാൻ പഠിച്ചാണല്ലോ, ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അപ്പം ന്യായപ്രമാണത്താൽ ഒരു മനുഷ്യനും നീതീകരിക്കാൻ സാധിക്കില്ല. നമ്മൾ റോമാലേഖനം 3:20 അത് തന്നെ കാണുന്നു. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ ന്യായത്തിന്റെ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. അപ്പം അത് ജീവനും നൽകാൻ കഴിയുന്നില്ല, അത് നീതിയും നൽകാൻ കഴിയുന്നിരുന്നില്ല. അപ്പം അതുപോലെ 7-ാം അധ്യായത്തില് റോമാലേഖനം 7:7 പറയുന്നു, ന്യായപ്രമാണത്താൽ ഞാൻ പാപത്തെ അറിഞ്ഞു. 12 പറയുന്നു, ന്യായപ്രമാണം വിശുദ്ധവും നല്ലതും ന്യായവും തന്നെ. അത് കഴിഞ്ഞ് 14 പറയുന്നു, വായിക്കുന്നില്ല, ന്യായപ്രമാണം ആത്മീകം. പക്ഷെ ന്യായപ്രമാണം നല്ലതാണ്, പക്ഷെ പ്രശ്നം എന്റേതാണ്. അത് മാത്രം ഒന്ന് വായിച്ചു പോകാം. റോമാലേഖനം 8:3. റോമാലേഖനം 8:3. എന്ന ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ എന്താ പ്രശ്നം ന്യായപ്രമാണത്തിന്റെ അല്ല, പ്രശ്നം എന്റെ ജഡത്തിന്റെ പ്രശ്നമാണ്. അപ്പം ന്യായപ്രമാണത്തിനല്ല പ്രശ്നം. ന്യായപ്രമാണം ഒരിക്കലും ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വിരോധമല്ല, പക്ഷെ അത് നല്ലത് തന്നെയാണ്.
ഓരോ ന്യായപ്രമാണം കൊള്ളാകുന്നതാണ്. അത് ഓരോന്നിനും ഓരോതിന്റെ സമയത്ത് ദൈവം വെച്ച കൽപ്പനകളാണ്. അതിന് ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. കാരണം ദൈവത്തിന്റെ വഴിയും വില്ലും അല്ലെങ്കിൽ വേയും വില്ലും വഴിയും വിധവും വ്യത്യസ്തമാണ്. ദൈവം എല്ലാം കൂടി എല്ലാവർക്കും കൂടെ കൊടുക്കുകയില്ല, ഒരുമിച്ച് കൊടുക്കത്തില്ല. കുറച്ച് 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 കാര്യങ്ങൾ ദൈവം ഇടയ്ക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കും. മുഴുവനും പറഞ്ഞ ദൈവത്തിന്റെ കാര്യങ്ങൾ ആർക്കും മനസ്സിലാകത്തില്ല. വചനവും ദൈവവചനവും ഒന്നും നമുക്ക് മുഴുവൻ ദൈവം വെളിപ്പെടുത്തത്തില്ല. നമുക്ക് രക്ഷയ്ക്കുള്ള കാര്യങ്ങളും നമ്മെ വിശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു, നിത്യജീവന്റെ അവസ്ഥയിലേക്ക് അല്ല തേജസ്കരണത്തിലേക്ക് നടന്ന കാര്യങ്ങളെ ദൈവം നമുക്ക് പറഞ്ഞു തരത്തുള്ളൂ. കാരണം 1-ാം ക്ലാസ്സിലെ കൊച്ചിന് 10-ാം ക്ലാസ്സിലെ പുസ്തകം കൊടുത്തു കഴിച്ചാൽ എങ്ങനെയാ കൊച്ചു പഠിക്കുന്നത്? അത് വളർന്നു പോകത്തില്ലേ? അതുകൊണ്ട് എത്രത്തോളം നാം ദൈവത്തെങ്കിലേക്ക് അടുത്ത് വരുന്നു അത്രത്തോളം ദൈവം നമുക്ക് റിവീൽ ചെയ്ത് തരും. ഓക്കെ, ആയിക്കോട്ടെ. അപ്പം നമ്മള് ഹീബ്രൂസിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർക്കൊക്കെ അങ്ങനെയാ ദൈവം കൊടുത്തത്. അപ്പം കുറേശ്ശെ കുറേശ്ശെ കാര്യങ്ങൾ കൊടുത്തു. പക്ഷെ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എല്ലാം നിവർത്തിച്ചു അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തു. അതല്ലേ ഗലാത്യലേഖനം 4:4 ഇങ്ങനെ പറയുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം തന്റെ പുത്രനെ, കാരണം ജഡത്താലുള്ള ബലഹീനത ആർക്കും കഴിയാൻ വയ്യായിരുന്നു, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ കീഴിൽ ജയിച്ചവനായി, കർത്താവ് ന്യായപ്രമാണം അനുസരിച്ചതാ കേട്ടോ, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം. ന്യായപ്രമാണത്തിന്റെ അവസാന ക്രിസ്തുവാണെന്ന് നമ്മള് 6-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ പുതിയ നിയമമല്ല, സുവിശേഷങ്ങളിലെ 4 സുവിശേഷങ്ങളിലെയും 99 അല്ലെങ്കിൽ അത്ര 90 കൂടുതൽ കാര്യങ്ങളും സംഭവിച്ച ന്യായപ്രമാണത്തിനുണ്ടല്ലോ അല്ലേ? 99% സംഭവിച്ച ന്യായപ്രമാണത്തിന്റെ സമയത്ത് തന്നെയാ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിന്റെ മരണശേഷം സംഭവിച്ചത്. അതുകൊണ്ട് കർത്താവ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ, കർത്താവിന്റെ ശിഷ്യന്മാരും ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ച് വന്നത്. പക്ഷെ കർത്താവ് ന്യായപ്രമാണം ഒന്നും തെറ്റിച്ചില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അപ്പൊ അവിടെ ദൈവത്തിന്റെ ആ സമയമായപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അപ്പൊ ന്യായപ്രമാണത്തിൽ നീതിയും ജീവനും കൊടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ, ന്യായപ്രമാണത്തിന് നീതിയും ജീവനും കൊടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ കഴിയുമായിരുന്നെങ്കിൽ ന്യായപ്രമാണത്തിന് നീതിയും ജീവനും കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ വാഗ്ദത്തത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. അപ്പം യഹൂദന്മാരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് അവർക്ക് വാഗ്ദത്തവും വേണ്ട, അവർക്ക് ആവശ്യമില്ല, പിന്നെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെ അവർക്ക് ആവശ്യമില്ല. ആ ന്യായപ്രമാണത്തിൽ മുഴുവൻ പറയുന്ന ഒരു മശിഹ വരുമെന്നായിരുന്നു. അപ്പൊ അവർക്ക് ആ വാഗ്ദത്വവും വേണ്ട, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനവും വേണ്ട, രക്ഷിപ്പാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിനെയും വേണ്ട, ഇടയ്ക്ക് വെച്ച് കൊടുത്ത കുറച്ച് കൽപ്പനകൾ മാത്രം മതിയായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവര് നമ്മള് റോമാലേഖനത്തില് 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിലും നീതിയില്ലാത്ത ജാതികൾ നീതി പ്രാപിച്ചു, അത് വിശ്വാസമുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസാലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. ഓർമ്മയിൽ നിന്ന് പറയുന്നത്. അപ്പൊ ആ നീതിയില്ലാത്ത ജാതികള്, അനീതി പിന്തുടരുന്ന ജാതികൾ നീതി പ്രാപിച്ചു, അത് വിശ്വാസത്താൽ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ യഹൂദന്മാരല്ലാത്തവര്. നീതിയെ പിന്തുടരുന്ന ആ ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. അത് എന്തുകൊണ്ട്? അവര് വിശ്വാസത്താൽ അത് പ്രാപിക്കാൻ അന്വേഷിക്കേണ്ടതിന് പകരം അവർ പ്രവൃത്തിയാൽ അന്വേഷിച്ചത് കൊണ്ട് അവര് അങ്ങനെ ആയിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. അവർക്ക് ഒരിക്കലും ആ ന്യായപ്രമാണത്താൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല. അത് ജീവനും ഒന്നും നൽകുന്നതല്ല. പക്ഷെ അവർക്ക് ആർക്കും വാഗ്ദത്തങ്ങളും വേണ്ട. പക്ഷെ ന്യായപ്രമാണം, ഞാൻ പറഞ്ഞ പോലെ ന്യായപ്രമാണത്തെ കാലത്ത് ജീവിച്ചിരുന്ന എത്രയോ ഭക്തന്മാർ ദൈവം ശില്പിയായി നിർമ്മിച്ചതും ആ ഒരു നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അവർ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരെ നിന്ന് അത് കണ്ടെന്നാ പറയുന്നത്. അങ്ങനെ ഒരു വിശ്വസിച്ചെന്നാ പറയുന്നത്. പക്ഷെ പലരും, ഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കാതിരുന്നപ്പോൾ ചിലർ വിശ്വസിക്കാൻ കാരണമായി തീർന്നു. ഓക്കെ, നമുക്ക് അതുപോലെ നമ്മള് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. ദൈവം 22-ാമത്തെ വാക്യം, എങ്കിലും
വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസാൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു. അപ്പം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങള് ഒരിക്കലും അല്ല നിയമങ്ങൾ വാഗ്ദത്തങ്ങള് ആ ന്യായപ്രമാണത്തിന് വിരോധമല്ല. രണ്ടും ഒന്നിനെ മാറ്റുന്നില്ല, ഒന്നിനും അത് വിരോധവുമല്ല, ഒന്നൊന്നിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞു. അപ്പൊ തിരുവെഴുത്തെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം എല്ലാവരെയും പാപത്തിൻ കീഴിൽ അടച്ചു. അപ്പൊ എന്തുവാ അവിടെ പറയുന്നത്? ന്യായപ്രമാണത്തിൻ കീഴിലുള്ള മനുഷ്യരെല്ലാം പാപികളാകുന്നു എന്ന് ന്യായപ്രമാണം എടുത്ത് കാണിക്കുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിലും ഇതുപോലെ ഒരു വാക്യം കാണുന്നുണ്ട്. അന്ന് 11-ാം അധ്യായം 32-ാം വാക്യം, ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടാൽ അടച്ചു കളഞ്ഞു. നമ്മൾ 3:22-ലും അതുപോലെ തന്നെ കാണുന്നുണ്ട്, ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു കളഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആ അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്രാപിപ്പാൻ കഴിയാതെ വണ്ണം അതിൻ്റെ അകത്തിരിക്കുകയാണ്. കാരണം ആർക്കും അതിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ അടച്ചു കളഞ്ഞു വെച്ചേക്കുകയാണ്. അപ്പൊ അവർക്ക് എല്ലാവരും പാപികളാണ്, ആർക്കും രക്ഷയില്ല. റോമാലേഖനം 3:9 ഇങ്ങനെ പറയുന്നു, യഹൂദനെന്നോ യവനെന്നോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപത്തിന് കീഴാകുന്നു. 3:23 ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെട്ട് പാപികളായി തീർന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർക്കും വ്യത്യാസം, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇവിടെ പാപത്തെ കീഴടക്കി പാപത്തിന് കീഴാക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാപത്തെ ഒരു ജയിലറിനെ പാപം ഒരു ജയിലറിനെ പോലെയാണ്, ഒരു തടവറയിലാക്കി വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഏത് പാപവും ദൈവസന്നിധിയിൽ ചെറിയ പാപമെന്നോ വലിയ പാപമൊന്നുമില്ല, എല്ലാ പാപവും ദൈവത്തിന്റെ സന്നിധിയിൽ കള്ളം പറഞ്ഞാലും കൊല ചെയ്താലും ഒരേ ഒരു പാവമാണ്. അതുകൊണ്ട് അവര് കൊല ചെയ്ത്, ഞാൻ കൊലയൊന്നും ചെയ്തില്ലല്ലോ, ഞാനൊരു ചെറിയ കള്ളമല്ല പറഞ്ഞുള്ളൂ, അതെന്റെ ബലഹീനതയാണെന്ന് പറയാൻ ആർക്കും ഒക്കത്തില്ല. കൊല ചെയ്യുന്നവനും കള്ളം പറയുന്നവനും ഒരേ ശിക്ഷ തന്നെയാണ് ദൈവത്തിന്റെ കയ്യിലുള്ളത്. അപ്പൊ ന്യായപ്രമാണത്താൽ എല്ലാവരും, ന്യായപ്രമാണ പ്രകാരം എല്ലാവരും പാപികളാണ്. ആർക്കും ആ പ്രിസണിൽ നിന്നും അല്ലെങ്കിൽ ആ തടവറയിൽ നിന്നും രക്ഷയില്ല. രക്ഷിക്കണമെങ്കിൽ രക്ഷിപ്പാൻ കഴിവുള്ള ഒരാൾ വരണം. പാപത്തിൽ നിന്നും വിടുവിക്കണമെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ വരണം. അപ്പം നമ്മള് പ്രിസണിലൊക്കെ കിടക്കുന്നവർക്ക് വെളിയിലിറക്കാൻ ജാമ്യത്തിലൊക്കെ നിർത്തണമെങ്കിലേ ഒരു കുറ്റവാളി പോയി വിളിച്ചു കഴിഞ്ഞാൽ അവരാരും കൊടുക്കത്തില്ലല്ലോ. കുറ്റമില്ലാത്തവരെല്ലാം ചെന്നാലല്ല അവര് ഇറക്കി വിടത്തില്ല. അത് ഇത് തന്നെ. കാരണം പാപത്താലാണ് എല്ലാവരും ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ഇതിന്റെ കീഴിൽ അടച്ചിരിക്കുന്നത്. അപ്പം ആ പാപമുള്ളവൻ ചെന്നാൽ അവരെ ഒന്നും വിളിച്ചു വിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് പാപമില്ലാത്ത കർത്താവ് ചെന്നിട്ട് വേണം രക്ഷിക്കാൻ എല്ലാവരെയും ആ തടവറയിൽ നിന്നും രക്ഷിക്കുക. അത് ക്രിസ്തു മാത്രം. ആ തടവറയിൽ നിന്നും ആ പാപം എന്ന തടവറയിൽ നിന്നും രക്ഷിപ്പാൻ ദൈവം തന്റെ പുത്രനെ, ജീവന്റെ ഉറവയായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് എന്താണ് നമ്മൾ സകല ലോകത്തിന്റെ പാപത്തിന് വേണ്ടി, ആ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ ലോകം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരാളത് ചെയ്തു. പക്ഷേ പ്രയോജനം ആർക്കാ? വിശ്വസിക്കുന്നവർക്ക് മാത്രം. അപ്പം എല്ലാവർക്കും വേണ്ടി ദൈവം ചെയ്തു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് മാത്രം ആ ശിക്ഷാവധിയിൽ നിന്നും പാപത്തിന്റെ തടവറയിൽ നിന്നും മോചനം ലഭിച്ചു. നമുക്ക് അബ്രഹാമിനും ദൈവം വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിന് പറഞ്ഞു നീ വിശ്വസിക്കുക. പക്ഷെ അബ്രഹാമിന്റെ തലമുറകൾ വന്നപ്പം എത്ര പേര് വിശ്വസിച്ചു അല്ലേ? അതുകൊണ്ട് അവർക്ക് വാഗ്ദത്തം ലഭിക്കാതിരുന്നത്. ഇവിടെയും അത് തന്നെയാണ്. വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിത്യജീവന്റെ അനുഗ്രഹം. അതല്ലാതെ ഒരു അനുഗ്രഹം നമുക്ക് എവിടെ കിട്ടിയാലും എന്ത് കിട്ടിയാലും നമ്മൾ ഈ ലോകത്തിൽ വെച്ചിട്ട് മരണം
ഉള്ളൂ നമുക്ക് ആ ശവക്കുഴി വരെ. അതുകൊണ്ട് അപ്പുറത്തോട്ടൊന്നും കൊണ്ടുപോകത്തില്ല. മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇച്ചിരി പൊന്നും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും ഇവരെടുത്ത് കളയും. അതുകൊണ്ട് ഒന്നും കൊണ്ടുപോകത്തില്ല. എത്ര സമ്പാദിച്ചാലും ഒന്നും കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകുന്ന ഒന്ന് മാത്രം നമ്മുടെ നിത്യജീവൻ മാത്രം. അപ്പം അപ്പൊ എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു നമ്മള്. എന്നിട്ട് എല്ലാ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, ഞാൻ എൻ്റെ ഉള്ള ശബ്ദം എടുത്ത് പറയാം. എല്ലാ അനുസരണക്കേടിനും ദൈവം ഒരു പേരിട്ടു, പാപം എന്നേ. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു, ചെറിയ കുറ്റം ചെയ്യുന്നവരും വലിയ കുറ്റം ചെയ്യുന്നവരും എല്ലാവരും ദൈവസന്നിധിയിൽ ഒരേപോലെയാണ്. ഞാൻ ആ കുറ്റം ചെയ്തത് കൊണ്ട് ഞാൻ വലിയ പ്രശ്നമില്ലെന്നോ, ഞാൻ ആ കുറ്റം ചെയ്തത് കൊണ്ട് അവർ വലിയ പാപിയാണെന്നോ ഒന്നുമില്ല. ചെറിയ പാപിയും വലിയ പാപിയും ഒന്നുമില്ല. ഒരേ പാപികൾ എല്ലാവരെയും ദൈവം പാപം എന്ന് പേരിട്ടിട്ട് ആ ദൈവത്തിന്റെ കരുണ എല്ലാവരോടും ഒരുപോലെയാക്കി. ആ എല്ലാ അനുസരണക്കേടിനും എല്ലാത്തിനും ദൈവം ഒരു കാരണം. ഏതിനെ സംഭവിച്ച അനുസരണക്കേടാ അല്ലേ? എല്ലാത്തിനും ഇത് ഭയങ്കര ഡീപ് തിയോളജിയാ, പക്ഷെ ശ്രദ്ധിച്ചു കേൾക്കണം. അത് ബേസിക്കുമാണ്, അത് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് എല്ലാവരെയും ദൈവം ഒരേ കാര്യം അടച്ചു. പാപം എല്ലാ അനുസരണക്കേടിനും ദൈവം അടച്ചിട്ട് ദൈവം ഒരു പേരിട്ടു, പാപമെന്ന്. എന്നിട്ട് ദൈവത്തിന്റെ കരുണ എല്ലാവരോടും കാണിക്കേണ്ടതിന് ദൈവം അങ്ങനെയാക്കി. കാരണം ഇപ്പൊ എനിക്ക് വേറെന്തെങ്കിലും ചെയ്യാമായിരുന്നെങ്കിൽ ഞാൻ രക്ഷ പ്രാപിച്ചേനെ. ഒന്നുമില്ല. ദൈവത്തിന് എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവർക്കുമുള്ള ശിക്ഷാവിധി ഒരുപോലെയാക്കി, സകല മനുഷ്യർക്കും. എന്നിട്ട് ഈ അനുസരണക്കേടിനെ, ഈ പാപത്തിന്റെയും ഏക പരിഹാര മാർഗമായി ക്രിസ്തു എന്ന തന്റെ ഏകജാതനായ പുത്രനെ നിയമിച്ചു, നിശ്ചയിച്ചു. അപ്പം ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ. അപ്പൊ എനിക്ക് നമ്മൾ ഈ ലോകത്തിന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാല് പാപം ചെയ്ത് എന്താ പറയുന്നേ, കൊലപാതകന്മാർ എത്ര ആൾക്കാർ വെളിയിൽ വരുന്നല്ലേ? കൊല ചെയ്തവര് അനേകർ നമ്മുടെ ഈ നാട്ടിലെ ഇന്ത്യയിലൊക്കെ എത്ര കൊല ചെയ്തവർ വെളിയിൽ വരുന്നു. പക്ഷെ ചെറിയ കുറ്റം ചെയ്തവർ ഇപ്പം ജയിലിൽ കിടക്കുന്നുണ്ട്. കാരണം അവർക്ക് സ്വാധീനമുണ്ട്, അവർക്ക് പണമുണ്ട്, എല്ലാം ഉള്ളത് കൊണ്ട്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവത്തിന്റെ നീതിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എല്ലാവരെയും കൊച്ചു പാപം ചെയ്താലും വലിയ പാപം ചെയ്താലും എല്ലാവർക്കും ഒരു പാപം എന്നൊരു എല്ലാ അനുസരണക്കേണ്ടും പാപമൊന്നും പേര് വെച്ചു. അതിന് ശിക്ഷയെന്ന് പറയുന്ന പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അപ്പൊ എല്ലാത്തിനും ശിക്ഷ മരണമാണ്. ആ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഏക പരിഹാര മാർഗം തന്റെ പുത്രനെ വെച്ചു. ആ പുത്രൻ ഈ ലോകത്തിൽ വന്നിട്ട് ആ തടവറയിൽ നിന്ന് എല്ലാവരെയും രക്ഷിച്ചു എന്ന് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയാ മരിച്ചത്. ഇതുവരെ ജീവിച്ചിരുന്നവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയാ ക്രിസ്തു മരിച്ചത്. പക്ഷേ രക്ഷ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് തിമോഥെയോസിലെ ഞാൻ മുമ്പ് വായിച്ച, ഒന്നുകൂടെ വായിക്കാം. 1 തിമോഥെയോസ് 2:4, 5, 6. ഞാൻ 5, 6 കഴിഞ്ഞ മുമ്പ് വായിച്ചത്. അവൻ സകല മനുഷ്യരും രക്ഷാ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു എന്ന ഏക മനുഷ്യൻ, ഏക മധ്യസ്ഥൻ. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ മോചനം പ്രാപിപ്പാൻ മാത്രമേ എല്ലാ പാപവും താൻ തന്റെ ശിരസിലേറ്റു, അല്ലെങ്കിൽ തന്റെ ശരീരത്തിലേറ്റു. നമ്മുടെ സകല പാപങ്ങളെയും തന്റെ ജഡത്തിലേറ്റ് നമ്മൾക്ക് തന്റെ നീതിയെ തന്നു. ദൈവത്തോട് സമാധാനമില്ലാതിരുന്നവരെ, ശത്രുക്കളായിരുന്നവരെ, ബലഹീനരായിരുന്നവരെ, പാപികളായിരുന്നവരെ,
ഒരിക്കലും ദൈവത്തോട് അടുത്ത് വരുവാൻ കഴിയാത്തൊരു നീതിയില്ലാത്തൊരു, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലും കണ്ടൊന്ന് പറഞ്ഞെന്ന് തോന്നുന്നു, നമ്മുടെ കണക്ക് ബുക്കുകൾ മുഴുവൻ അനീതിയായിരുന്നു. ആ അനീതിയൊക്കെ എടുത്തു മാറ്റിയിട്ട് തൻ്റെ പുത്രന്റെ നീതി നമ്മളുടെ മേൽ തന്ന് നമ്മളെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിച്ചു. നാം നീതിമാന്മാരായിട്ടല്ല, നാം നീതി ചെയ്യുന്നവരായിട്ടല്ല, ദൈവം അങ്ങനെ നമ്മെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്ത്. റോമാലേഖനം 9-10-11 ഇസ്രയേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും ജാതികളുടെ വീണ്ടെടുപ്പ്, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ട് പൗലോസ് അപ്പോസ്തലൻ 11-ാം അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമേ. അതാണ് ദൈവം. അത്രേ പറയാൻ എനിക്കും ഒക്കത്തുള്ളൂ. അതാണ് ദൈവം. കാരണം എല്ലാവർക്കും പലതരത്തിലുള്ള പാപങ്ങളാ ചെയ്യുന്നത്. എല്ലാത്തിനും ദൈവം ഒന്ന് തന്നെ പേരിട്ട്, വലിയ പാപമില്ല ചെറിയ പാപമില്ല, പക്ഷെ അതിനെല്ലാത്തിനും ശിക്ഷ വന്നു. അതിനെല്ലാത്തിനും ഒരു പരിഹാരവും ദൈവം. ആ ഒരു പരിഹാരം ക്രിസ്തു മാത്രം. ഒറ്റ ദൈവത്തോടെ ക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു പരിഹാര മാർഗം ദൈവം നിശ്ചയിച്ചു. ഓക്കെ, നമുക്ക് അപ്പം ഒരു വ്യക്തിക്കും സ്വന്തം പരിശ്രമം കൊണ്ടോ നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടോ ഞാൻ ന്യായപ്രമാണം അനുസരിക്കുന്നു പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മതപരമായ ചില അനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നത് കൊണ്ടോ എൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടോ ഈ പാപത്തിന്റെ തടവറയിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല. കഴിയുമായിരുന്നെങ്കിൽ അത് ചിലർക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ, ചിലർക്കത് നഷ്ടപ്പെട്ടേനെ. പക്ഷെ നീതിമാനായ ദൈവം, അതുകൊണ്ടല്ലേ കരുണാസമ്പന്നനായ ദൈവം, ആർക്കും ചിലവ് ചെയ്യാതെ സാധിക്കുന്ന ഒരേക പരിഹാരമാർഗം വെച്ചു. എനിക്ക് ചെലവ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ അതിന് ദൈവം വലിയൊരു വില കൊടുത്തു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്ത ദൈവത്തിന്റെ മഹാസ്നേഹം, നിത്യസ്നേഹത്താ ദൈവം നമ്മെ സ്നേഹിച്ചു. അപ്പം യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ, ജീവന്റെ നാഥനായ ദൈവത്തിനെ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് അയച്ചു. 1-2 വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിവിടെ നിർത്താം. അപ്പം അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ പൗലോസ് പത്രോസിനോട് പറയുകയാ, ഗലാത്യ ലേഖനം 2:16 നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഗലാത്യ ലേഖനം 2:16, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പം അത് യഹൂദനാണ്. അപ്പം ഒരു ജഡവും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ രക്ഷ പ്രാപിക്കുകയില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ള രക്ഷ. ദൈവം എല്ലാവരെയും പാപത്തിന് കീഴടച്ചു, രക്ഷാമാർഗം ക്രിസ്തുവിനെ വെച്ചു. റോമാലേഖനം 1:16 ഇങ്ങനെ പറയുന്നു. നമുക്കറിയാവുന്ന വാക്യങ്ങളെ വായിച്ചിട്ട്, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാവുന്നല്ലോ. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചു നോക്കാം. 3:22 ഗലാത്യ ലേഖനം. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ വരേണ്ടതിന് ദൈവം എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസം ലഭിക്കുന്ന തിരുവെഴുത്ത് എല്ലാവരുടെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു. അപ്പൊ വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം ക്രിസ്തുവിനാൽ ലഭിക്കേണ്ടതിന് പാപത്തിന്റെ തടവറയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഏക വഴി ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം. വെറും വിശ്വാസമല്ല. പലർക്കും പല വിശ്വാസവുമുണ്ട്. എല്ലാവരും വിശ്വാസം ഉണ്ടെന്ന് പറയും. സാത്താൻ പോലും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യും. നമ്മളെക്കാളും വിശ്വാസവും പറയൊക്കെ ഉള്ളത്. നമുക്കത്ര വിറയൊന്നുമില്ല. വിശ്വാസിയും വിറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. അത് വചനത്തിൽ എഴുതി വെച്ചോണ്ടോ നമുക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുന്നവരെ നമ്മൾ വിറയ്ക്കുമെന്ന് അറിയത്തില്ലല്ലേ. വചനത്തിൽ എഴുതി വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് അത് അറിയാനായിട്ട് കഴിയും. അതുകൊണ്ട്
ഒരേ ഒരു മാർഗം, ഒരേ ഒരു സുവിശേഷം. പൗലോസിന് ആ സുവിശേഷം മാത്രമേ പറയാനുള്ളായിരുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന ആ ഒരു രക്ഷയ്ക്ക് ഒരു സുവിശേഷം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ പേഴ്സണൽ പ്രഖ്യാപനമായിരിക്കണം. വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, 1 to 1 ആണ്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. അത് പേഴ്സണൽ ആണ്. ജനറൽ പ്രെയർ ഉണ്ട്, വിശ്വാസ പ്രമാണമൊക്കെ നമ്മൾ പറയും, പക്ഷെ അതൊന്നുമല്ല. അതെല്ലാം നല്ല തിയോളജി എഴുതി വച്ചേക്കുന്ന, പക്ഷെ ഇത് എന്റെ പേഴ്സണൽ ആണ്. അതുകൊണ്ടല്ല യോഹന്നാന്റെ സുവിശേഷം വചനത്തിൽ തന്നെ 2 മിനിറ്റ്, വചനത്തിൽ തന്നെ താക്കോൽ വാക്യമാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. അത് പേഴ്സണൽ ആണ്. റെവലേഷനിൽ തുടർച്ച കർത്താവ് പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോഴും അത് തന്നെ പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു വാക്യം വായിച്ചിട്ട് ഞാൻ നിർത്താം. എഫേസ്യർ 2:8-9. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ആരും പ്രവർത്തിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം എല്ലാവരും പാപത്തിന് കീഴായിരുന്നു. നാം പാപം ചെയ്ത നമ്മൾ പറയും നമ്മൾ പാപം ചെയ്യില്ല, പക്ഷെ നാം എല്ലാവരും ആദാമ്യ പാപത്താൽ പാപം ചെയ്ത ദൈവതേജസ്സില്ലാത്തവരായിത്തീർന്നു. ദൈവം തന്റെ കരുണയാൽ നമ്മെയും രക്ഷിപ്പാൻ പ്രസാദം തോന്നിയ ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാ ദിവസവും സ്തോത്രം ചെയ്യാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുമ്പോൾ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്കും വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.